ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ റെസിപ്പി അല്ല, ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയാണ്. ആ ചേട്ടൻ്റെ വീഡിയോസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ലൊരു കുക്കിംഗ് ചാനലാണ്. ആ വീഡിയോസ് നോക്കി ഞാൻ കുറേ ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണിത്. സോ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇത്തിരി ഉഴുന്നും കുറച്ച് കാഷ്യൂവും പിന്നെ മുളകും ഇത്തിരി ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കാത്ത ഒന്ന് ചനാദാളാണ്. അതിൻ്റെ മലയാളം എന്താണെന്ന് ഞാൻ മറന്നുപോയി. അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത്തിരി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1.5 സവാളയേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞത് ഇട്ടിട്ട് അത് വഴറ്റാൻ വേണ്ടി അങ്ങനെ ഇട്ടിട്ട് വേറൊരു സ്റ്റൗവിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസാണ് കഴുകിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാള ഗോൾഡൻ കളറായി തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് 4 തക്കാളി ചേർത്ത് കൊടുത്തു, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഇതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതിനെ വേകാനായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് നല്ലതുപോലെ വെന്ത് പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ അതുപോലത്തെ രീതിയിൽ ആയതിന് ശേഷം വടിച്ച് ഞാൻ റൈസ് കോരി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഉടനെ തന്നെ നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനവിടെ 2 പേർക്ക് കണക്കായിട്ടാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ചോറ് വന്നിട്ട് കട്ടായി പോവും, പൊടിഞ്ഞു പോവും. എന്നിട്ട് നമ്മളിവിടെ പപ്പടവും കൂടെ കാച്ചിയെടുത്തിട്ട് സാലഡും കൂടെ ഉണ്ടാക്കുമ്പോൾ ഇതിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. സോ അടിപൊളി സാധനമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് പറയൂ. കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ ആ ചേട്ടൻ്റെ വീഡിയോ നോക്കിയാൽ മതിയേ. താങ്ക്